ടു ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായിയമ്മ. ഫാമിലി കാർണിവലിൽ രത്നം ആന്റി വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സെയിം പ്രശ്നം തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇത് എപ്പോഴെങ്കിലും മകത അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വീട്ടിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല. എന്നാലും നേരത്തെ ഇവിടെ ആന്റി ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണെന്ന്. അത് നിങ്ങളുടെ സ്വന്തം പ്രശ്നമായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു മാഡം. നമുക്ക് എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സ് അറിയാം. പ്ലീസ്. Mallika ma'am. Ratnamma and Agatha Rajesh. Yes ma'am. The content was really good. അതിന്റെ ഒരു സന്ദേശമൊക്കെ നന്നായിരുന്നു. ഏത് നാട്ടുകാരിയാണെങ്കിലും പാവം പിടിച്ച അമ്മായിയമ്മയോട് ചേർന്ന് പോകാൻ കുറച്ചൊക്കെ അമ്മ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അമ്മായിയമ്മ ആഗ്രഹിക്കുന്ന ഒരു നല്ല മരുമകളായി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവർ കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. ദാറ്റ് ഈസ് ഗുഡ് ആൻഡ് ടു സം എക്സ്റ്റെന്റ് ദേ ഹാവ് സക്സീഡഡ് ഇൻ ദാറ്റ്. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒന്നും അങ്ങോട്ടൊരു ക്ലാരിറ്റി കിട്ടിയില്ല. എനിക്ക് എന്താണെന്നത് മനസ്സിലായില്ല. എനിക്കൊന്ന് മോനൊക്കെ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് പറയാറുന്നല്ലോ. എന്ത് പറ്റി നിങ്ങളൊക്കെ ഒരുമാതിരി ഡള്ളായി പോയത്? അത് ആദ്യമായിട്ടാണോ സ്റ്റേജിൽ കയറുന്നത്? നോ, ഐ തിങ്ക് മേ ബി അതെനിക്കറിയില്ല കേട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി സൗണ്ട് വന്നില്ലേ? ഇല്ല, വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് എല്ലാ കണ്ടസ്റ്റൻസിനോടും എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. പിന്നെ ഞങ്ങളായിട്ട് ഗസ്റ്റ് ചെയ്തു ഇതായിരിക്കും പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത്രയാണ്. എന്തെങ്കിലുമൊക്കെ കേട്ടത് അമ്മയുടെ ഡയലോഗാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ കേട്ടായിരുന്നു. പിന്നെ അത് ഓഫ് കോഴ്സ് ഞാനത് നിങ്ങളെന്നും ഒരു വലിയ കുറ്റപ്പെടുത്തലല്ല കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിന്റേതായ പരിചയക്കുറവും കാര്യങ്ങളും ഏത് പൊസിഷനിൽ നിൽക്കണം എങ്ങനെ വരണം എന്നൊക്കെ ഉള്ളത് ഒരുപാട് കുറച്ചൊരു നമുക്കൊരു എന്താ പറയാ അത് ചെയ്തൊരു ശീലം വരണം. എന്നാലും ഞാൻ പറയാൻ കാര്യം വെച്ചാല് ഓരോ റൗണ്ട് കഴിയും തോറും കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് സ്റ്റേജ്, ഇങ്ങനെ നിൽക്കണം, ഇതിലൂടെ സംസാരിക്കണം, അപ്പൊ നമുക്ക് ഉറക്കെ പറയണം. അതൊക്കെ ഇനി നിങ്ങൾ പഠിക്കണം കുറച്ച്. ആദ്യം വരുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ഇതൊന്നും സാരമല്ല എന്ന് പറഞ്ഞേനെ. ഇനിയിപ്പോ ഒരു മാർഗിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരുമ്പോ നമ്മൾ അതിന്റേതായ ഒരു ശ്രദ്ധ നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ പെർഫോമൻസിന്റെ സമയമാവുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നേരത്തെ റെഡിയാക്കി വെച്ച് അതെല്ലാം ഉണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കുക. ഒരു സംശയം ഒരു പതർച്ചയൊക്കെ വരാതിരിക്കണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എല്ലാം സംഗതികളൊക്കെ റെഡിയാണെന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കുറച്ചുണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ സംസാരം കുറച്ചും കൂടി ഒന്ന് ബോൾഡാക്കാമായിരുന്നു അമ്മയുടെ കൂട്ട്. അകത്ത ഭാഷാ പ്രശ്നം കൊണ്ട് കുറച്ചൊന്നും ഇങ്ങനെ പതറിയെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭാഷയുടെ പ്രശ്നമൊന്നുമില്ല. ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആണെങ്കിലും അല്ലേ യു ക്യാൻ മാനേജ്. അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് ഉറക്കെ പറയാമായിരുന്നു. ബട്ട് എനിവേ തിരക്കില്ലായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവം കൊള്ളാം. പക്ഷെ അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ല. അമ്മ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ വളരെ വ്യക്തമായിട്ട് കേട്ടതും ഇല്ല. ടേപ്പ് റെക്കോർഡർ അതായത് ഈ മോള് പോയി പാട്ട് കേട്ടോണ്ടിരിക്കുന്നു, അമ്മ പോയി ഓഫ് ചെയ്തിട്ട് അകത്ത് പോയി. അത് കഴിഞ്ഞ് അമ്മ അകത്തുനിന്ന് തിരിച്ചു വരുമ്പോഴുണ്ട് പാട്ട് തന്നെത്താനെ കേൾക്കുന്നു. അറ്റ്ലീസ്റ്റ് മോളൊന്ന് പോയി തിരിച്ച് ഓൺ ചെയ്യണം. അമ്മ ഓഫ് ചെയ്തിട്ട് പോയതല്ലേ, ഓൺ ചെയ്താലല്ലേ തിരിച്ച് പാട്ട് കേൾക്കുള്ളൂ. ശരി മാഡം. അതെ, തിരിച്ച് അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പാട്ട് വന്നു? തിരിച്ച് നിങ്ങൾ ഒന്ന് ഓഫ് ചെയ്യണു. ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. പക്ഷെ എല്ലാരും നോട്ട് ചെയ്യും. അതേമാതിരി ഈ മോൻ വന്ന് സംസാരിച്ചത് നല്ല കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ബോൾഡ് ആവണ്ടേ? പിന്നെ അങ്ങ് ബാക്കിൽ പോയി നിന്ന് സംസാരിച്ചാൽ ആര് കാണും? നിങ്ങൾക്ക് ഫ്രണ്ടിൽ വരാം, ആ സിസ്റ്ററിനെ മുമ്പോട്ട് കൊണ്ടുവരാം, എന്തെങ്കിലും പറഞ്ഞ് നല്ല ബോൾഡായിട്ട് പറയാമല്ലോ. നിങ്ങൾക്ക് ഒരു ഷൈ ആയിട്ട് ഫീൽ ചെയ്തിട്ടോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നല്ല കാര്യമാണ് അവരടുത്ത് പറയണത്. അപ്പൊ എന്തും ബോൾഡാവണം. ആദ്യം അദ്ദേഹം വന്ന് സംസാരിച്ചത് ഒന്നും മനസ്സിലായില്ല. ഹസ്ബൻഡ് വന്നതും പോയതും ആരോ വന്നിട്ട് പോയി എന്നുള്ളതേ നമുക്ക് മനസ്സിലായുള്ളൂ. അദ്ദേഹം വന്നു പറഞ്ഞതും മനസ്സിലായില്ല. എന്തോ പിണക്കി പോയതുപോലെ അങ്ങ് പോയി. ഇതൊക്കെ പറഞ്ഞെന്തായിരുന്നു? ഓഫീസിൽ പോട്ടേന്നോ? ഓഫീസിൽ പോയിട്ട് വരട്ടേന്ന് അല്ലേ? അതിന് മുമ്പ് ശരിയാണ്. അത് അമ്മയുടെ ഡയലോഗില് എന്റെ പൊന്നുമോനെ നിന്റെ ഭാര്യ എടുത്ത് നീ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഭർത്താവെന്നും മനസ്സിലായത്. ഞാൻ ഒറിജിനൽ സ്കിറ്റിനകത്ത് ഇല്ലായിരുന്നു. ഞാൻ ലേറ്റ് ആയിട്ട് വന്നു ഇവിടെ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എൻട്രിക്ക് വേണ്ടി വന്ന് പറഞ്ഞു. ദാറ്റ്സ് ഗുഡ്. അത് ആ ഒരു സ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്നതും ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നന്നായി. കാരണം ഞാനും കൂടെ ഇതിൽ പങ്കുചേരാമെന്നുള്ള ഒരു തീരുമാനമൊക്കെ നന്നായിരുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്
See, when you go to the next round, you should be careful. അപ്പോൾ ഈ കൊച്ചു കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആയിരിക്കണം. അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കണം. അതേമാതിരി ഈ പിന്നെ മോള് ഈ മുടി എന്തിനിങ്ങനെ ഇട്ടിരിക്കുന്നത്? നിന്റെ മുഖമേ കാണാൻ വയ്യ. We can't see your face. No, you have to show your face. And then only we can see your expression. If you put your hair like this, you can't see. So you should be very careful when you do your hair or something like that. Okay? ഒരു ഫാമിലി സ്കിറ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൊള്ളാമായിരുന്നു, പക്ഷേ അത് ശരിയായിട്ടും കൺവേ ചെയ്തില്ല. അത് ശരിക്കും കൺവേ ചെയ്യാൻ നിങ്ങൾ പരാജയപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്മ്യൂണിക്കേഷനാണ് എല്ലാത്തിന്റെയും ഒരു ഫാമിലിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡ്, ഒരു പർപ്പസ്. അത് ശരിക്കും നടന്നെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടന്നെങ്കിൽ മാത്രമേ ഒരു ഫാമിലി ബോണ്ടൊക്കെ ഉണ്ടാകത്തുള്ളൂ. അവിടെ അത് പ്രശ്നമുണ്ട്. പക്ഷേ ഈ മകനെ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. അമ്മയും ഭാര്യയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്ന് പാച്ചപ്പ് ചെയ്യണമെങ്കിൽ മോൻ സഹായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അവിടെ മോൻ അവിടെ ഒരു റോളും ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് മാർക്സ് അറിയേണ്ടതുണ്ട്. മല്ലിക മാം 20 out of 40. 20 out of 40. സുകുമാരി അമ്മ out of 40, 20. 20. And Lata ma'am 10. 10. Thank you. Not bad. Thank you. 100 നിങ്ങൾക്ക് 50 മാർക്കും കിട്ടിയിട്ടുണ്ട്. അതൊരിക്കലും ഒരു മോശപ്പെട്ട മാർക്കായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ എല്ലാരും മറന്നുപോയി, നമ്മൾ ഇവരെ പരിചയപ്പെട്ടില്ല. എന്താ പേര്? Vijesh. വിജേഷ്. അഗതയുടെ brother-in-law. And you? രാജേഷ്. അഗതയുടെ ഹസ്ബൻഡ്. ഓക്കെ, പരിചയപ്പെട്ടാൽ വളരെയധികം സന്തോഷം. ഇനിയും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മായിയമ്മയുടെ അടുത്ത സെഗ്മെന്റ് ഷോക്കിംഗ് ട്രൂത്ത് ആണ്. ഷോക്കിംഗ് ട്രൂത്തിൽ നമ്മളോട് ഷെയർ ചെയ്യാൻ കുറെ അധികം കാര്യങ്ങളുമായി എത്തുന്നത് വിനീതയാണ്. വിനീതയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. സുന്ദരിയമ്മ അവിടെ ശ്വാസം പിടിച്ചിരിപ്പുണ്ട്. എന്താണ് അമ്മയെക്കുറിച്ച് മരുമകൾ ഇത്ര മറച്ചു വെച്ചത്, എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? വായിക്കുമ്പോ അറിഞ്ഞാൽ മതി എന്നാണ്. അമ്മയ്ക്ക് വിഷമാവുന്ന കാര്യങ്ങളാണോ എഴുതിയിരിക്കുന്നത്? അമ്മയ്ക്ക് വിഷമാകുമായിരിക്കും. സുന്ദരിയമ്മ, എന്തെങ്കിലും ഒരു ഊഹം ഉണ്ടോ മരുമകൾ എന്താണ് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന്? അറിയത്തില്ല. ഒന്നുമില്ല. ഇല്ല. വായിച്ചു നോക്കാം. അപ്പോ വായിച്ചു നോക്കട്ടെ. മല്ലിക മാം. സുന്ദരിയമ്മ വിനീത കത്ത് പൊട്ടിച്ച് വായിക്കട്ടെ അമ്മ. വായിക്കട്ടെ മോളെ. വായിച്ചോളൂ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ് ഞങ്ങൾ. എന്റെ ഒപ്പമാണ് അമ്മ താമസിക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് എപ്പോഴും മറ്റു 2 മരുമക്കളുടെ ചിന്തയും വിഷമവുമാണ്. ഞാൻ എന്റെ സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെയാണ് സുന്ദരിയമ്മയെ നോക്കുന്നത്. പക്ഷേ എന്റെ ഒപ്പം നിൽക്കുന്നത് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതെന്റെ മനസ്സിന്റെ തോന്നലാകാം. അതിന് ഞാൻ അമ്മയുമായി വഴക്കടിക്കാറുമുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും മറ്റു 2 മരുമക്കളുടെ കാര്യമേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ കേട്ടിരുന്നാലും പിന്നീട് ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയാറുണ്ട്. ഒരിക്കൽ പോലും അമ്മ എന്റെ ഒപ്പം താമസിക്കുന്നതിന്റെ സ്നേഹം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ കാര്യവും അമ്മയോട് തുറന്നു പറയാറുണ്ട്. പക്ഷെ ഇത് മാത്രം ഞാൻ കരഞ്ഞാണ് തീർക്കാറുള്ളത്. അമ്മയ്ക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമാകുമോ എന്ന പേടിയാണ്. ഞങ്ങൾ തമ്മിൽ പിണങ്ങാറുള്ളത് പലപ്പോഴും എന്റെ തുറന്ന സംസാരം കൊണ്ടാണ്. അത് ഒരു 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുള്ളത്, അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നാണ്. ഏത് സമയത്തും ജോലി മാത്രം അരുത്. ഉറക്കവും ആഹാരവും ആവശ്യമാണ്. ഇത് 2ഉം അമ്മയ്ക്ക് കുറവാണ്. അമ്മ അത് ശ്രദ്ധിക്കണം. ഇത് മാത്രമേ എനിക്ക് അമ്മയോട് പറയാനുള്ളൂ എന്ന് മകൾ വിനീത.